സർ, ഈ ഹിപ്നോട്ടിസത്തിലൂടെ പൂർവ്വജന്മത്തെക്കുറിച്ച് അറിയാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അത് സത്യമാണോ? ആ ഹിപ്നോസിസിൽ ജന്മത്തെ പറ്റിയൊക്കെ അറിയുന്ന ഒരു പ്രൊസീജിയറിൻ്റെ പേരാണ് പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ. ഓക്കെ, ഇത് ഇന്ന് ജനകീയമാക്കിയ ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ ബ്രയാൻ എൽ വീസ് എന്നാണ്. അദ്ദേഹം അമേരിക്കയിലെ പ്രശസ്തനായ സൈക്യാട്രിസ്റ്റാണ്. അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമുണ്ട്, മെനി ലൈഫ്സ് മെനി മാസ്റ്റേഴ്സ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. മലയാളം പരിഭാഷയുണ്ട്, നിരവധി ജന്മങ്ങൾ അനവധി ഗുരുക്കന്മാർ എന്നതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചില ആൾക്കാരുടെ പ്രശ്നങ്ങൾ സാധാരണ ഒരു ഹിപ്നോട്ടിക് സെഷനിലൂടെ പരിഹരിക്കാൻ കഴിയില്ല. ആ ക്ലയൻസ് ഹൈലി സസെപ്റ്റബിൾ ആണെങ്കിൽ അവരെ അമ്മയുടെ ഗർഭപാത്രത്തിലേക്കും അതിന് പുറകിലോട്ടുമൊക്കെ അവരുടെ ഉപബോധ മനസ്സിനെ സഞ്ചരിപ്പിച്ച് കൊണ്ടുപോകാനും അവരുടെ അപ്പോഴത്തെ മുറിവുകൾ ഉണക്കാനും ഒരു ഹിപ്നോതെറാപ്പിസ്റ്റിന് കഴിയും. പക്ഷേ ഒരു കാര്യമുണ്ട്, അതായത് ഈ ക്ലയൻസ് അഗാധമായ ഹിപ്നോട്ടിക് നിദ്രയിൽ പറയുന്ന പൂർവ്വജന്മത്തിൻ്റെ അവസ്ഥയൊന്നും ഒരുപക്ഷെ ശരിയായി കൊള്ളണമെന്നില്ല. അതൊക്കെ ഒരുപക്ഷെ അവരുടെ ഉപബോധ മനസ്സിലെ സങ്കല്പങ്ങളാവാം. പക്ഷേ ഉപബോധ മനസ്സിലെ അത്തരം സങ്കല്പങ്ങൾ മാറ്റുമ്പോൾ തന്നെ, സങ്കല്പങ്ങളിൽ ഗുണകരമായ മാറ്റങ്ങൾ വരുത്തുമ്പോൾ ക്ലയൻറ്റിന് ഇന്നത്തെ ജീവിതത്തിൽ പല ഗുണകരമായ മാറ്റങ്ങളും അനുഭവപ്പെടുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ എന്ന് പറയുന്ന പ്രൊസീജിയർ ഹിപ്നോതെറാപ്പിയിലെ വളരെ ഉപയോഗപ്രദമായ ഒരു ചികിത്സാ രീതിയാണ്. ഓക്കെ.